എന്തോ ചേച്ചനെ രാവിലെ വിളിച്ചായിരുന്നു. വേദന ഉണ്ടെന്ന് പറഞ്ഞ് ആ വീണപ്പോ ഇങ്ങനെ കൈ കുത്തിയതിന്റെ ഇവിടെ ഒരു കൈക്കൊരു വേദന ഉണ്ടെന്ന് പറഞ്ഞു. അല്ലാതെ വേറെ കുഴപ്പമൊന്നും വയസ്സായിരിക്കുമ്പോ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറഞ്ഞ കേക്കല്ലേ. പൊട്ടലെങ്ങാനും ഉണ്ടായിരുന്നെങ്കിലാ ഇനിയൊന്നും ഊറിക്കൂടെയൊന്നുമില്ല. അത് അങ്ങനെ ഇരുന്നു പോകും. അതങ്ങനെ കൊറേ എത്ര നാള് പ്ലാസ്റ്റർ ഇട്ടിരിക്കേണ്ടി വന്നേനെ. നമുക്ക് എന്തെങ്കിലും തനിയെ ചെയ്യാൻ പറ്റുമോ? അതാണ്. എന്തായാലും വൈകുന്നേരം ഞാൻ നേരത്തെ വരാം. നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവാം കാണാനായിട്ട്. അവിടെ അവിടെ അമ്മാവനും അമ്മായി ഉണ്ടെന്ന്. ഉണ്ടല്ലേ? എന്നെ വിളിച്ചായിരുന്നു അമ്മാവൻ. അമ്മ വിളിച്ചായിരുന്നു. രാത്രി വിളിച്ചു, രാവിലെ വിളിച്ചു. എന്തായാലും കൊള്ളാം. നീ അവർ കൂടെ ഉണ്ടാക്കില്ലേ ചപ്പാത്തി? അതല്ലേ കളി, അവർക്ക് വേണ്ടെന്ന്. അതെന്ത്? അവർക്കല്ല, ക്ലീറ്റോ ചേട്ടന് വേണ്ടെന്ന്, അവിടെ ഉണ്ടാക്കിക്കൊള്ളാന്ന്. അവളില്ലാത്തല്ലേ, അപ്പൊ അവരെ നോക്കേണ്ട ഉത്തരവാദിത്തം നമുക്കില്ലേ? എന്റെ പൊന്നേട്ടാ, എനിക്ക് പറയാനല്ലേ പറ്റത്തുള്ളൂ. എത്ര പ്രാവശ്യം പറഞ്ഞു, ഇന്നലെ രാത്രി തൊട്ട് പറഞ്ഞോണ്ടിരിക്കുക, രാവിലെ അവിടെ ഒന്നും ഉണ്ടാക്കല്ലേ, ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകുന്നുള്ളാന്ന്. ക്ലീറ്റോ ചേട്ടൻ കേൾക്കത്തില്ല. ക്ലീറ്റോ ചേട്ടൻ അവിടുന്ന് തന്നെ ഉണ്ടാക്കി അവർക്ക് കഴിക്കണം. കൊച്ചിനെ ഇവിടുന്ന് കഴിച്ചാൽ മതി. ക്ലീറ്റോ ചേട്ടനാണ്. ഞാൻ അവളെ കരുതിയാണ് പറഞ്ഞത്. ഇതിപ്പോ എന്തിനാണ് അവൻ എന്തിന്റെ കടാണ്? എനിക്കറിയാൻ പാടില്ല. ചേച്ചിയാണെ പോയപ്പോഴത്തേക്ക് പൈസയും കൊടുത്തിട്ടാ പോയത് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനായിട്ട്. അത് ശരി, ഞാൻ വിചാരിച്ചു കുടുംബക്കാരനായാണെന്ന്. അല്ല, പൈസ കീശലേക്കുള്ള പരിപാടി. അതൊന്നുമല്ല. പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, കുറച്ച് ഉണ്ടാക്കി കൊണ്ട് കൊടുക്കാം. അവരറിയണ്ട, ഉണ്ടാക്കണം എന്ന് പറയണ്ട. രാവിലെ അവിടെ പുട്ടും കടലക്കറിയൊക്കെ റെഡിയാ. അത് കണ്ടോണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. നമുക്കുള്ള ചപ്പാത്തിക്ക് മാവുണ്ട്, എല്ലാം റെഡിയായി. നീ എന്തെങ്കിലും ഉണ്ടാക്കാം. മക്കളെ ഒരു പുട്ട് മാത്രം ഞാൻ തിന്നാതെ സൂക്ഷിക്കാം, ഒടുവിൽ നിന്റെ അമ്മ എത്തുമ്പോൾ വിളമ്പി കൊടുക്കാൻ. പുട്ടിന് 8 ഗുണം, ആറിയാൽ 6 ഗുണം. കേട്ടിട്ടുണ്ടോ? എടീ, പുട്ട് ചൂടോടെ കഴിച്ചാൽ അതിന്റെ 8 ഗുണവും നമുക്ക് കിട്ടും. തണുത്ത് പോയാൽ അതിന്റെ 6 ഗുണേ കിട്ടുള്ളൂ. അതാണ് പുട്ട് 8 ഗുണം, മാറിയാൽ 6 ഗുണം. ചൂടോടെ കഴിച്ചാൽ 8 ഗുണവും കിട്ടും. പെട്ടെന്ന് ഡെയിലി കഴിക്കുന്ന വർഷങ്ങളായിട്ട് അമ്മ ഉള്ളപ്പോഴും പുട്ട് താടിയും പുട്ട്, അപ്പം ദോഷം വല്ലതും കഴിച്ചോണ്ടിരിക്കാന്ന് വിചാരിച്ചപ്പോ ഇതൊരുമാതിരി ജയില് പോലെ ഡെയിലി ഗോതമ്പ്. ജയിലിൽ പ്രതികൾക്ക് ഗോതമ്പിലെ സാധനങ്ങൾ കൊടുക്കണം എന്താണെന്നറിയാം? ഇല്ല. അരി കഴിച്ചു കഴിഞ്ഞാൽ മടിയന്മാരെ അലസന്മാരായിട്ട് കിടന്ന് ഉറങ്ങും. അവിടെ ജോലികളൊന്നും ചെയ്യൂല. അതുകൊണ്ടാണ് നീയും എപ്പോഴും ഇപ്പം അലസത കാര്യം എന്താണ്? നിനക്ക് ഈ പറഞ്ഞ പോലെ നീ ഇവിടെ നിന്നല്ലെങ്കിൽ അപ്പുറത്ത് പോയി അരി ആഹാരം അപ്പോ മറ്റേ ദോശയോ ഒക്കെ കഴിക്കുന്നു, തിന്നുന്നു, ഉറങ്ങുന്നു. ഒരു കാര്യം ഇവിടെ സഹായിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ മോൾ ഈ ഗോതമ്പ് കൂട്ടം കൂടെ പിടിച്ചാൽ നീ ഇന്നിപ്പോൾ ഇവിടെ നിന്നിട്ട് വീട്ടിലെ ഫുൾ ജോലിയും ചെയ്യും. എവിടുത്തെ ജോലിക്കാരിയാണല്ലോ. എടീ, സ്വന്തം വീട്ടിലെ ജോലിയുണ്ട്, ജോലിക്കാരിയൊന്നും ആവൂല. എടാ, നിന്റെ തള്ള നിന്നെ വളർത്തി പാഴാക്കി. എടുത്ത് കഴിക്ക്, വേണോന്ന് പറഞ്ഞ് കഴിക്കും മക്കളെ. വേണോന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നല്ലതാ ഗ്രീൻ പീസ് കറി. ഇതാ ഡാഡി സ്പെഷ്യലായിട്ട് ചേരുവകൾ ചേർത്ത്. ഇനി വേറൊരു കാര്യം അറിയാമോ? അപ്പുക്കുട്ടൻ സാറ് ഡാഡിയെ പാർട്ടിയിലെ മെയിൻ നേതാവാക്കിൻ്റെ കാര്യം എന്നറിയാമോ? പണ്ട് ഞങ്ങൾ ഒരു ഈ മെമ്പർമാരുടെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. അന്ന് ഡാഡി ചിക്കൻ കറി വെച്ചു. ചിക്കൻ കറിയും വെച്ച് അന്ന് പുട്ടും ചിക്കൻ കറിയും ഡാഡി വെച്ചത് കഴിച്ചിട്ട് അപ്പുക്കുട്ടൻ സാറ്, ഇത് ആരാണ് ഇതിൻ്റെ പിന്നിൽ, ഇത് ആരുടെ കൈപ്പുണ്യാണെന്ന് അന്ന് ആ കൈയോട് ചേർത്ത് പിടിച്ചാണ് ഡാഡിയെ. പിന്നെ ഇപ്പോഴും കൊണ്ട് നടക്കുകയാണ് അപ്പുക്കുട്ടൻ സാർ. പിന്നെ ഒരു പുട്ടുണ്ടാക്കിയാണ്. പുട്ട് മാത്രമല്ല, ചിക്കൻ കറി ഉണ്ടായിരുന്നു. കഴിച്ച് നോക്ക്, എങ്ങനെയുണ്ട്? അത് അല്ല, അത് ഇച്ചിരി കറിയുടെ ഒഴിക്കുക. ഒട്ടും വരുക. അത് ഇച്ചിരിയുടെ കറിയുടെ ഒഴിച്ച് കഴിക്കുക. അപ്പോഴത്തേക്ക് അത് മാറുന്നത് നല്ല കറിയാണ്. ഇച്ചിരി ഗ്രീൻ പീസിന്റെ ഇതും കൂടെ ചേർത്തൊന്ന് വിരകിയിട്ട് ഇനി ഒന്ന് കഴിച്ചു നോക്കിയേ. അമ്മേടെ പുട്ട് മതിയേ. അത് ഇതെന്താറിയാമോ? ഇത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച ഗോതമ്പ് മാവാണ്. അതിന്റെ ഇതാണ്. അയ്യോ പറ്റൂല, ഇത് കഴിക്കാൻ പറ്റും. ഒരു ടേസ്റ്റും ഇല്ല. ഒന്ന് കഴിച്ചു നോക്ക്. ഉപ്പും ഇത് മാവിന്റെ പ്രശ്നമാണ്. കഷായം പോലെ ഇരിക്കുന്നു രണ്ടും കൂടെ. ഇനി വേണ്ട. എന്റെ പൊന്നു ഡാഡി, കറിയും കൊള്ളൂല, പുട്ടും കൊള്ളൂല. എനിക്ക് റേഷൻ കറിയുടെ ഇതൊന്ന്. ഡാഡി രാവിലെ കഴിച്ച് ഇത്രയും കഷ്ടപ്പെട്ട ആർക്ക് വേണ്ടിയിട്ടാണ്? അതല്ല, എന്റെ പൊന്നിന് വേണ്ടിയല്ലേ ഡാഡി ഇത്രയും കഷ്ടപ്പെട്ടത്.
ഡാഡി ഇല്ല വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട, കഴിക്കണ്ട. ഞാൻ കഴിക്കാം. നല്ല കുട്ടിയല്ലേ, കഴിക്ക്. ഡാഡി വാരി തരണോ? വേണ്ട, ഞാൻ കഴിച്ചു. വേണ്ട. പക്ഷെ കുറച്ചേ കഴിക്കൂ. ഡാഡി ഉണ്ടാക്കിക്കൊണ്ടാണ് കഴിക്കുന്നത്. സന്തോഷത്തോടെ കഴിക്കും. നമ്മൾ ആഹാര സാധനങ്ങൾ സന്തോഷത്തോടെ കഴിക്കുമ്പോഴേ അതിന് രുചി കൂടുള്ളൂ. വേണ്ട ഇല്ലേ? ഇപ്പം ടേസ്റ്റ് ആയില്ലേ? ദേ മക്കൾ ഡാഡിയോടുള്ള ഇഷ്ടം വെച്ചിട്ടൊന്ന് കഴിച്ചു നോക്കിയേ. വരും. നല്ല ടേസ്റ്റ് അല്ലേ? വേണ്ട, ഈ തേങ്ങയും കൂടെ ഇട്ടിട്ടൊന്ന് വിരകിയിട്ട് ഇച്ചിരി കറിയും കഴിച്ചിട്ട്. കറി സൂപ്പറല്ലേ? കഴിക്ക്. ഡാഡി വെള്ളം എടുത്തോണ്ട് തരാവേ. ചായ തരാം. ചായ ഉണ്ട്, ചായ ഉണ്ടാക്കണുണ്ട്. അത് ഇച്ചിരി കഴിയും. വെള്ളം തരാം. ഈ കുറേ നാളുകൾക്ക് ശേഷം പിന്നെ വീണ്ടും ചെല്ലുമ്പോഴല്ലോ അത് തന്നെ അന്വേഷണം. ഇത്ര നാൾ എന്ത് ചെയ്യായിരുന്നു, സസ്പെൻഷൻ ടൈം എങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ അന്ന് എന്തെടുക്കുമായിരുന്നു ഇത്ര നാള്, ജോലിക്ക് പോയില്ലേ, ആ സമയത്തൊന്നും ഒരുത്തനും വിളിച്ച് ചോദിച്ചില്ല. ചുമ്മാ ചോദിക്കണത് ഒരു കാര്യമില്ല, അറിയാമല്ലോ. വീട്ടിൽ വന്ന് നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്കില്ലെന്ന് അറിഞ്ഞു, എന്നാലും ചോദിക്കും സത്യത്തിൽ എന്തായിരുന്നു. ഒന്നും മിണ്ടാ നിൽക്കരുത്. ഞങ്ങൾ ടൂറിന് വരികയെന്ന് പറയും ഈ സമയത്തൊക്കെ. എൻജോയ് ചെയ്യായിരുന്നു. പിന്നല്ല അത് നന്നായിട്ടില്ലേ, കുറേ ആൾ റിലാക്സേഷൻ കിട്ടിയില്ലേ നമുക്ക്. അതെ. ഇപ്പൊ നേരെ കുറച്ച് ഈ പറയണവരൊക്കെ വിചാരിക്കും ഏട്ടൻ വിഷമിച്ച് ഇവിടെ അങ്ങ് ഇരിക്കുവായിരുന്നു. താടി വെക്കണ്ടായിരുന്നു അന്നേരം അല്ലേ? താടി വെച്ചപ്പോൾ ആളുകൾ വിചാരിച്ചു ഞാൻ അതിന്റെ സങ്കടം കാണിക്കുന്നു. ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി വെച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ സങ്കടം ഇല്ലാതില്ലായിരുന്നു. പിന്നെ ആളുകളെ ചോദ്യമല്ലേ സഹിക്കാൻ പറ്റത്. എനിക്ക് നിനക്കില്ലാത്ത വിഷമായിരുന്നു നാട്ടുകാർക്ക്. അതിപ്പോ കാണുമ്പോ മാത്രം. ഇല്ലെങ്കിൽ പോകുമ്പോ പറയും. ഞാൻ വൈകിട്ട് വരുമ്പോഴേ നേരത്തെ ഇറങ്ങി നിൽക്കണേ. പോവാനല്ലേ അമ്മ എടുത്ത്. കൊച്ചിനോട് വരാൻ പറഞ്ഞേ. ചപ്പാത്തിയും കൂടെ. എന്തോ കഴിച്ചോ? കഴിച്ചെന്ന് വരുത്തി തീർത്ത്. അപ്പൊ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നർത്ഥം. കഴിച്ചിട്ടില്ല കേട്ടോ. അവിടെ കഴിച്ചില്ല. ഇങ്ങനെ ഉണ്ടായിരുന്നു. എന്താ കഴിച്ച അവിടെ നിന്ന്? ഡാഡി പുട്ടും ഗ്രീൻ പീസും ഉണ്ടാക്കി. കൊള്ളത്തില്ലായിരുന്നു. അവളുടെ ഡാഡി ഉണ്ടാക്കിയതുകൊണ്ട് മാമിക്കുണ്ടോ കഴിക്കാൻ? അത് സാരില്ല, ഞാൻ പഴകഞ്ഞു കുടിച്ചോളാം. മകൾ കൈ കാണിച്ചതാണ്. ജസ്റ്റ് കൈ ടേസ്റ്റ് ചെയ്ത് നോക്ക്. മാമി ഉണ്ടാക്കിയ പകുതി ഏട്ടനെടുത്ത് കടയിൽ കിട്ടുന്ന കറി പോലെ. കൊള്ളാമോ? കടയിൽ കിട്ടുന്ന പോലെ. ഞാൻ പഴങ്കഞ്ഞിയും തൈരും ഉണക്കമീൻ കറിയും ഉണ്ട് ഇന്നലത്തെ. അതും കൂട്ടി കഴിക്കും. അപ്പൊ ചപ്പാത്തി ഉണ്ടാ? എനിക്ക് വേണ്ട. ഞാൻ രണ്ടുപേർക്കേ ഉണ്ടാക്കിയുള്ളൂ. ഇത് ഞാൻ കഴിച്ച് തീർന്നപ്പോഴാണ് അതുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അത് കഴിച്ചു വേണേ. തക്കാളിയും കഴിച്ചോണ്ടിരിക്കുക. അടിപൊളിയാ. വേണ ഇച്ചിരി പഴങ്കഞ്ഞി. വേണ്ട. കുഞ്ഞു വരുന്നില്ലേ ഇന്ന്? എവിടെ? അമ്മനെ കാണാൻ. എവിടെ വേണേ? ഡാഡി എന്താടാ? ഡാഡി അവിടെ ഉച്ചക്കത്തെ ഊണ് പ്രിപ്പയർ. എന്റെ അമ്മ എന്തൊക്കെയാണ് സ്പെഷ്യല്? ചോറ് സാമ്പാർ എന്നൊക്കെ പറയുന്നു. ഇവനെ ഒരു കണക്കിന് നല്ലതാണ്. ഈ രാഷ്ട്രീയമൊക്കെ ഉപേക്ഷിച്ചിട്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ. വല്ല അടുക്കള വേലയ്ക്കും പോയാ ഒരു കാര്യം കിട്ടിയതാണ് കേട്ടാ കളിയാക്കാനുള്ള. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ അവക്ക് പഠിച്ച് ഡോക്ടർ ആവണമെന്ന് ആഗ്രഹം. എനിക്ക് വേറെ ആയിരുന്നു ആഗ്രഹം. പക്ഷെ നടന്നില്ല. ഞാൻ പോലീസുകാരനായി പോയി. നിനക്ക് ഡാൻസുകാരി അവൻ, നീ ഡാൻസുകാരി ആയിക്കൊണ്ടിരിക്കുന്നു. നിന്റെ ചേട്ടന്റെ യോഗം എന്താണെന്നറിയാമോ? ഈ അടുക്കള പണിയായിരിക്കും. ചേച്ചി ഇല്ലാത്ത ഒരു ദിവസം ചെയ്തില്ലേ? പറയല്ലേ? അത് പറയല്ലേ? എന്താ പോരാ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴത്തെ പിള്ളേർക്കാണെങ്കിൽ ഇതൊന്നും ഇതിന്റെ ഗുണം അറിയില്ലല്ലോ. മുരിങ്ങയല്ലേ? വാഴയല്ല. ഇത് കണ്ടറിഞ്ഞൂടെ മുരിങ്ങയിലാണെന്ന്. തോരൻ വയ്ക്കാം. തോരൻ നന്നായാണ്. വീട്ടുപണിയൊക്കെ ചെയ്ത് തുടങ്ങിയെന്ന് അറിഞ്ഞ് രാഷ്ട്രീയമൊക്കെ നിർത്തി വീട്ടുപണിയൊക്കെ ചെയ്യുന്നത് നല്ല തന്നെയാണ്. ഡേയ്, നീ ഇവിടെ നിന്ന് ഇതിന്റെ പോലീസ് സ്റ്റേഷനിൽ എന്ന് പറഞ്ഞ് പോയിട്ട് നിന്റെ ഏമാമാരെ വീട്ടിൽ സാധനം വാങ്ങിച്ചു കൊടുക്കുകയും അവിടെ പട്ടി കുളിപ്പിക്കണേ അതിനും വന്നൊന്നും അല്ലല്ലോ സ്വന്തം വീട്ടിലെ ജോലി ചെയ്യണത്. കുളിപ്പിക്കാൻ ആരാണ് പോണെന്നൊക്കെ എനിക്കറിയാം. ഞാൻ പോണത് ജനങ്ങളെ സേവിക്കാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോണത്. പോകാൻ സമയമായില്ലേ? ചെല്ല്. ഇവൻ ഈ പറഞ്ഞല്ലേ വീട്ടുജോലിയാണെന്ന് പറഞ്ഞത്. എന്തിനാ? അവൾ കൊടുത്ത പൈസ പോക്കറ്റ് വെക്കാൻ വേണ്ടിയിട്ട് കൊച്ചിന് ചുമ്മാ ആവശ്യമില്ലാത്ത പണി അറിയാത്ത കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നു. അവൾ പൈസ എന്നല്ലേ, അത് മര്യാദയ്ക്ക് ആ പൈസ ചിലവാക്കി സാധനം വല്ല മേടിച്ചു കൊടുക്കും.
ഡേയ് കണ്ണി കണ്ട കടയിലുണ്ടാക്കണ വിഷം വാങ്ങിച്ചെൻ്റെ കൊച്ചിൻ്റെ വയറ് ചീത്താകാതിരിക്കാനാണ് ഞാൻ ഇത് കഷ്ടപ്പെട്ട് പറിച്ചുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കണത്. പണ്ട് ഞാനൊക്കെ കൊച്ചായിരുന്നപ്പോൾ നിനക്കറിയാമല്ല പപ്പ നമുക്ക് എന്തൊക്കെയായിരുന്നു വാഴപ്പിണ്ടി തോരൻ ഇതെല്ലാം കയ്യിലും നമുക്ക് പറിച്ചു തന്നുണ്ട്. അല്ല ഇത് ചേച്ചീനെ പറഞ്ഞാൽ മതി. ചേച്ചി എന്തിനാ പൈസ കൊടുത്തിട്ട് പോയത്? ഞാനിവിടെ വെച്ച് കൊടുക്കത്തില്ലായിരുന്നാ? കൊച്ചിനുള്ളത് കൊടുക്കും, പക്ഷെ എന്നിട്ട് പീറ്റർ ചേട്ടന് അഭിമാനിച്ചത് ഇവിടെ വന്ന് കഴിക്കാൻ. ഇങ്ങനെ അവിടെ കൊണ്ടുവന്ന് കൊച്ചിനെ തരുവായിരുന്നു. കൊടുക്കാനെന്ന് പറഞ്ഞാൽ അതാണ്ട് നിന്റെ കെട്ടിയന്റെ ആക്രാന്തം തിന്നിട്ട് ബാക്കിയെല്ലാം ഉണ്ടെങ്കിലല്ലേ ബാക്കിയുള്ളവർ നിനക്ക് കാശിനോടുള്ള ആക്രാന്തം കൊണ്ടാണല്ലോ നീ ആ പൈസ ചെലവാക്കാൻ വയ്യാതെ കാട്ടി പോയി ഓരോ സാധനം പഠിച്ചോണ്ടെന്നത്. ഇത്രയും നാൾ ഒന്നാമത് ഈ ഉണക്ക സമയത്ത് ആരെങ്കിലും ചെയ്യുന്ന പണിയാണത്? ഒരു ഇല പോലും പറിക്കാൻ പാടില്ല ഈ സമയത്ത്. ഫ്രഷ് സാധനം. ഇവന് വല്ല ബോധമുണ്ടോ? നാളെ ആ മുരിങ്ങൊക്കെ പട്ടുപോകും. കാരണം എന്താണ്? തളിർന്നു വരുന്ന തളിർത്ത സാധനമാണത്. അത് പിടിച്ച് ഓടിച്ചോണ്ട് വന്നേക്കുന്നത്. പിന്നെ ഈ നാട്ടില് മുരിങ്ങ ഉണ്ടാവൂലല്ലോ. പറിക്കെടുത്തുള്ള സമയങ്ങളുണ്ട്. അല്ല ഈ കൊടും വേനലും മനുഷ്യൻ പുറത്തിറങ്ങാൻ വയ്യ. ഒരു കാര്യം ചെയ്യും, നീ ഒരു ബോർഡ് എഴുതി തൂക്കിയിട് മുരിങ്ങയില്. ഇത് ഇത്ര മണിക്കേ പറിക്കാവൂ, ഇത്ര മണിക്കേ തിന്നാവൂ എന്നൊക്കെ. അതിന് സാമാന്യ ബോധം വേണം നമുക്ക്. മഴയും തണുപ്പൊക്കെ ഉള്ള സമയത്ത് ഇതൊക്കെ പറിക്കണം. അതായത് കൊടും ചൂടുള്ള സമയത്ത് പോയി ആരെങ്കിലും പറയുമോ? എന്റെ കർത്താവെ കുറച്ച് ദിവസമായിട്ട് സമാധാനം ഉണ്ടായിരുന്നു ഇവിടെ. ചേച്ചി ഇല്ലാഞ്ഞ സമയത്ത് തുടങ്ങുന്നുണ്ട്. നിന്റെ കെട്ടി തന്നെ തുടങ്ങിയത്. നീ തന്നെ. ഞാൻ നിന്റെ മര്യാദ എന്താ മുരിങ്ങയല്ലേ ആണ് തീർന്നല്ല പരിപാടി. ഉടനെ വാഴയല്ല അതിന്റെ കാര്യം ഉണ്ടാകും. അല്ല ഞാൻ തോരൻ വെക്കാൻ പോണെന്ന് പറയുമ്പോ നീ എന്താ പറഞ്ഞത്? ഞാൻ മറ്റേ പൈസ ചെലവാക്കാൻ മടിച്ചെന്നൊക്കെ നീ പറഞ്ഞില്ലേ? പിന്നെ നീ എന്തുകൊണ്ടാ പൈസ ചെലവാക്കില്ല? നീ എന്തുകൊണ്ടാ? വൈകുന്നേരം വരാൻ നേരത്ത് മര്യാദക്ക് ആ പൈസ എടുത്ത് കൊച്ചിന് സാധനം പഠിച്ചു കൊടുക്കണം. നീ മേടിച്ചു കൊടു. അത് ഞാൻ കൊടുത്തോളാം. എന്റെ കൊച്ചിന് വിഷം വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചുമ്മാ വഴക്കുണ്ടാക്കണ ചുമ്മാ രസമല്ലേടി ചൊറിഞ്ഞു രാവിലെ. അവൻ ഇനിയിപ്പോ ഈ ഒരു ചൊറിയൂർക്കൂടെ പോയിരുന്നു ജോലി. മറ്റേ തണുത്ത് ഇങ്ങനെ മരവിച്ച് പോണത് ഇപ്പൊ അവനൊരു എനർജി വാമപ്പായി. കേൾക്കുന്ന ഞങ്ങൾക്ക് ഒരു രസവും തോന്നില്ല കേട്ടോ. കുഴപ്പമില്ല, നിങ്ങൾ ഇതിപ്പോ സ്ഥിരം കേൾക്കണേ, പുതിയതായിട്ട് കേൾക്കണമെന്നല്ല. അതെ, നല്ല മുരിങ്ങയില തോരൻ ഞാൻ വെച്ച് തരും, നീ ഇന്നത് കഴിക്കണം. ഞാനാ? എനിക്ക് വേണ്ട. അയ്യോ അരി അടുപ്പത്ത് കിടക്കണം, തിളക്കണം. മര്യാദയ്ക്ക് ഇവിടെ ഒന്ന് കഴിച്ചോണം. നീ ഇന്ന് ബലിയാട് അവിടുത്തെ ഉച്ചക്ക് കഴിക്കാൻ ഇങ്ങോട്ട് പോരും. ഹെലികോപ്റ്റർ ചിഹ്നത്തിൽ മനോഹരനെ വിജയിപ്പിക്കൂ. ഇത് കൊള്ളാം, ഇത് ഒരെണ്ണം പിടിക്കാം. പിന്നെ എന്തടി മറ്റേ നീ 2-3 തവണ ആയല്ലോ കക്കൂസിക്കാരെ ഇറങ്ങാൻ ചെയ്യണം. എന്ത് ചപ്പാത്തി വരത്തിയിരുന്നു? അതേ, വയറിന് വല്ല കുഴപ്പമുണ്ടാ? പിന്നെ ഇല്ലെങ്കിൽ ഞാൻ 3 വട്ടം പോവോ? സംസാരിക്കാനല്ലോ. ഡോക്ടറെ കാണാൻ പോണോ? ആശുപത്രിയെല്ലാം പോണോ? ഡാഡി ഉണ്ടാക്കിയ പുട്ട് കഴിച്ചിട്ടാണ്. പുട്ട് നീ എടുത്ത് കഴിച്ചിട്ടല്ലേ? നീ വലിച്ചാരി കഴിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? പിന്നെ ഡാഡി മോൾക്കുണ്ടാക്കിയെന്ന് സെന്റ് അടിച്ച് കഴിപ്പിച്ചിട്ട്. അത് സ്നേഹമുള്ള രക്ഷകർത്താക്കൾ അങ്ങനെയാണ്. മക്കൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ഇച്ചിരി അത് ഇതൊക്കെ പറയും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാടൊന്നും കഴിച്ചില്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, ഇറങ്ങിയിട്ടേ വാ, ഡാഡി ഒറ്റമൂലി ഉണ്ടാക്കി തരാം, അതിലെല്ലാം ശരിയാവും. അല്ല ഡാഡി അത് ശരിയാക്കി വെക്കാം. ഇപ്പോഴത്തെ പിള്ളേരുള്ള ഇറച്ചിയും കോഴിയും കഴിച്ച് പച്ചക്കറി വയറ്റി ചെന്നാൽ അപ്പോൾ കുഴപ്പമാണ്. കുറഞ്ഞില്ലേപ്പാ? 2 വട്ടം കൂടെ പോയി. പിന്നെയും പോയാ? ഇങ്ങനെ ഒരു വയറിന് വേദനയായിട്ടുണ്ടാകും കുഞ്ഞിന്. ആ സമയമാകുമ്പോ. ആണോ? ഡാഡി എന്തേ? എന്തോ എനിക്ക് മരുന്നുണ്ടാക്കുന്നു ഫസ്റ്റ്. നല്ല ഇതങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞിട്ടല്ലോ എൻ്റെ മുത്തേ, നിന്റെ എല്ലാ ഇതാണ് ഒറ്റമൂലി. ഒരു പണിയില്ല. പിന്നെ ഇത് പപ്പ പണ്ട് നമുക്ക് തന്നിട്ടുള്ള പിന്നെ ഒറ്റ വലിക്കാൻ വലിച്ചു. ഓരോന്നെ വയറിന് പിടിക്കാത്തൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ട് കൊച്ചിന്റെ വയറ് കേടാക്കിയത് പോലെ ഇനി അടുത്ത ഒറ്റമൂലിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കി കൊടുത്തു. എന്തോന്നും ഉണ്ടാക്കി കൊടുക്കുന്നു? അവളെ വയറിന് കുഴപ്പമായിരുന്നു. ഞാൻ മര്യാദക്കുള്ള ഫുഡല്ലേ ഉണ്ടാക്കിയത്. മര്യാദക്കുള്ള ഫുഡാണ് ഉണ്ടാക്കിയാണെങ്കിൽ കൊച്ചിന്റെ വയറ്റിന് കംപ്ലൈന്റ് വരുമോ? നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ ഉച്ചയ്ക്ക് വേണ്ടി കഴിക്കാൻ ഉണ്ടാക്കിയാണ് സാമ്പാർ, നല്ല തോരൻ, അവിയൽ. നീ ഒത്തിരി ഒന്ന് കഴിച്ചു നോക്കി. എൻ്റെ പൊന്നെ, എനിക്ക് വേണ്ടേ? എനിക്കിങ്ങനെ ഇളകി അവളെ പോലെ ഏതെങ്കിലും ഒരു മൂലക്കിരിക്കാൻ വയ്യ.
അല്ലെ തന്നെ ഒരു നല്ല പാചകക്കാരൻ ഉണ്ടാക്കുന്ന പാചകം ഒന്നും മോശമാവത്തില്ല. ഇത് വീട്ടോ ചേട്ടൻ പാചകം അറിയാഞ്ഞിട്ടാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഇവിടെ ഒന്നും ഉണ്ടാക്കണ്ട, ഞാൻ അവിടെ ഉണ്ടാക്കിയിട്ട് കൊണ്ടു തന്നോളാം, അവിടെ ഒന്ന് കഴിക്കാൻ മടിയാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം. പിന്നെ നിക്ക് കുടിക്കാൻ വരട്ടെ, ഞാനൊന്ന് നോക്കട്ടെ. ഇത് കുടിച്ചിട്ട് ഇനി അടുത്ത പിന്നെ കൂടിയാലോ? ഒന്നും സംഭവിക്കില്ല. കട്ടൻ ചായ തന്നെയല്ലേ? എന്റെ ലില്ലി മോളെ, പണ്ട് നമുക്ക് വയറിന് അസുഖം വരുമ്പോ പപ്പ ഇതെല്ലാം ഉണ്ടാക്കി തന്നോണ്ടിരുന്ന, അതായത് ഒറ്റ വലിക്കങ്ങ് വലിക്കും മക്കളെ. ഇത് ഗ്രീൻ പീസ് കറിയിൽ വീട്ടോ ചേട്ടൻ സോഡാപ്പൊടി വല്ലതും എടുത്തിട്ടാ? എന്തോന്നടി നീ പറയണേ? എനിക്കെന്തൊരു ബട്ടർ, നീ അങ്ങനെയാണ് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കണത്? സോഡാപ്പൊടി വീട്ടോ ചേട്ടൻ ആയതുകൊണ്ട് ചോദിച്ചതാണ്. മാമി പുട്ടില് ഭയങ്കര കയ്പായിരുന്നു, ഗ്രീൻ പീസ് കറിയിൽ ഉപ്പും ഉണ്ടായിരുന്നു. പഴയ പൊടിയായിരുന്ന? അല്ലടി, അത് മറ്റേ റേഷൻ കടയിൽ നിന്ന് കിട്ടണ മാവല്ലേ, അത് പിന്നെ അതിന്റെ ഇത് ഉണ്ടാവും. അത് ചേച്ചി പോലെ പഴയ പൊടി കളയാൻ എടുത്തു വെച്ചായിരിക്കും എടുത്തുണ്ടാക്കിയത്. ഏയ് അതൊന്നുമില്ല, അത് ആ പെട്ടിയിൽ കുപ്പിയിൽ ഇട്ട് വെച്ചിരുന്ന ഞാൻ എടുത്തത്. എന്തെങ്കിലും എടുക്കുമ്പോഴത്തേക്ക് ഒന്ന് ചേച്ചിനെ ഫോൺ ചെയ്ത് ചോദിക്കുക അത് നല്ലതാണോ ചീത്തയാണോ എന്ന് ഉണ്ടാക്കണതിന് മുന്നേ. ഇത് കുടിക്കല്ലേ? ഇത് ഒറ്റ വഴിക്ക് അങ്ങ് വലിച്ചേ. കണ്ണടച്ച് കുടിച്ചോ, കണ്ണടച്ച് കുടിച്ചോ. പോട്ടെ പോട്ടെ പോട്ടെ. നിക്ക് നിക്ക് നിക്ക്, മൂക്കി പിടിക്കിട്ട് ഇറക്ക് 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 ഇറക്ക്. അത് കുടിച്ചിറക്ക്. പോട്ടെ പോട്ടെ പോട്ടെ. അവളെ വീട്ടിൽ ആ പക്ഷെ ഇതെന്തൊരു കഷ്ടമായിപ്പോയി. ശരീരത്തിൽ നിന്ന് ജലാംശമായി പോയിക്കൊണ്ടിരിക്കണത്. കഞ്ഞിവെള്ളം ഉണ്ടോ ഇവിടെ? കഞ്ഞിവെള്ളം ഞാൻ എടുത്ത് കളഞ്ഞു. അല്ല, ഞാൻ വേറെ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാം അവക്ക്. അല്ല, ഈ സമയം ഇത് കഞ്ഞിവെള്ളം നല്ലത്, ഉപ്പിട്ട് കൊടുക്കുക ഇച്ചിരി. വേറൊരു ഒറ്റമൂലി ഉണ്ട്. എന്റെ പൊന്നെ, ഈ അടുത്ത കുറ്റമൂലി ആ കൊച്ചിന് കൊടുക്കല്ലേ. കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ എടുത്തോണ്ട് കൊടുപ്പിച്ചിരി. ഇതുകൊണ്ട് വെച്ചോടുവാ. എന്നാലും അതിൽ എന്ത് കൂടിപ്പോയി എന്ത് കുറഞ്ഞു പോയി, ഇങ്ങനെ വയറ്റിൻ്റെ ഒരു പ്രശ്നം വരാൻ. കുഴപ്പമില്ല. മാവ് റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. സൈലന്റ് ആക്കി വല്ലതും വെച്ചിരിക്കും. നീ ഇങ്ങനെ തൂങ്ങി പിടിച്ച് നിൽക്കാതെ ഇവിടെ ഒന്ന് ഇരുന്നേ. നിക്കുമ്പോ ഒരു കുറവുണ്ട് ഇപ്പൊ കുറച്ച് ഓക്കെ ആയി. പക്ഷെ എന്നാലും നമുക്ക് പോണ വഴിക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് പോവാം. എന്തിന്? എന്ത് ഓക്കെ, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. പിന്നെ മാമി പോയില്ല, ഓക്കെ ആയി. വേണ്ട വേണ്ട, നമുക്കൊരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മരുന്ന് തരും, അപ്പൊ തന്നെ നിന്നോളൂ. വേണ്ട, ഇനിയിപ്പോ ഡോക്ടറിനെ കാണാൻ പറ്റും. മാമ ഒന്ന് വന്നാലേ പോകാൻ പറ്റൂ. എന്നോട് പറഞ്ഞതാണ് നേരത്തെ വരാം, റെഡിയായി നിക്കണോന്നൊക്കെ. പോയില്ലേ? പോവാനായിട്ട് വരണ്ടേ? ഏട്ടൻ വന്നില്ല ഇതുവരെ. അവന് ഇരുളും വെളിച്ചം വല്ലതും ഉണ്ടാ? അവൻ ഇനി തോന്നുമ്പോ വരും. എങ്ങനെയുണ്ട് മക്കളെ? കുഴപ്പമില്ലല്ലോ. അപ്പൊ നിങ്ങള് പോയിട്ടൊന്ന് നാളെ വരുമോ? ഇന്ന് രാത്രി തന്നെ വരും. ഇന്ന് വരുമോ? പിന്നെ നാളെ ഏട്ടൻ ഡ്യൂട്ടിക്ക് പോകണ്ടേ? രാത്രി വരും. അപ്പോ ഡാഡി ഒരു കാര്യം ചെയ്യാം, രാത്രി കഴിക്കാനുള്ള കഞ്ഞിയൊക്കെ ഡാഡി ഉണ്ടാക്കി വെക്കും. എന്റെ പൊന്നെ വേണ്ടേ, ഞാൻ വന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിക്കോളാം, നിങ്ങൾക്കും കൂടെ ചേർത്ത്. നമുക്ക് ഞാൻ ഉണ്ടാക്കാം. വേണ്ട, അല്ല എനിക്ക് വേണ്ടി ആരും ഒന്നും ഉണ്ടാകണ്ട, എനിക്ക് കഴിക്കാൻ കഞ്ഞി കുടിക്കാം. ഡാഡി നല്ല കഞ്ഞി. ചേട്ടാ ഇത്ര ഒപ്പിച്ചത് പോരെ? ഓ പറയല്ലേ, അതിനെ അങ്ങ് ഇല്ലാതാക്കി. എനിക്കൊന്നും വേണ്ട. ഞാൻ ഡോക്ടറെ കാണാൻ പോവാന്ന് ചോദിച്ചു. അപ്പൊ അല്ലെന്നെ ഇപ്പൊ പോകുമ്പോഴത്തേക്ക് ഡോക്ടറെ കണ്ടിട്ട് അങ്ങ് പോവാം. കുഞ്ഞു മാമി വേണ്ട. വേണം. എന്നാലും ഒന്ന് കാണിക്കാൻ നല്ലതാ. എന്റെ മുത്തേ പറയണ കേക്ക്, ഒന്ന് ഡോക്ടറെ കണ്ടിട്ട് പോയാൽ സമാധാനമായിട്ട് അവിടെ പോയിട്ട് വരാമല്ലോ. അല്ല, അവിടെ ചെന്നിട്ട് നീ ഓടേണ്ടി വരും. അതെനിക്കറിയായിരുന്നു. ആ ഒറ്റമൂലി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ല, എല്ലാം ഓക്കെ ആവുന്നു അല്ലേ? ഇപ്പൊ ഓക്കെ ആണ് അവള്. എന്ത് അമ്മ നടന്ന് വരണമൊക്കെയാണ് ഒരു ആഴ കുഴ മട്ടില്. അവന് തീരെ താല്പര്യമില്ലെന്ന് തോന്നുന്നു പോവാൻ. ഇതാണോ നേരത്തെ ഇത്ര പോവാൻ താല്പര്യമില്ല? പിന്നെ ഇവരെ പറഞ്ഞു പറ്റിക്കണ എന്തിനാണ്? അവരെപ്പോഴേ ഒരുങ്ങിയിരിക്കണത്. എന്ത് പറ്റി? അവിടെ പോയിട്ട് ഇരിക്കാനും നിൽക്കാനും നേരമില്ലായിരുന്നു. അത്രക്ക് തിരക്കായിരുന്നു. ആ തിരക്ക് കക്കൂസിനകത്ത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെന്ന് കയറി ആ നേരം പോലെ കയറി ഇറങ്ങും. ഞാൻ ഏട്ടനോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ പുറത്തുനിന്നൊന്നും വാങ്ങിച്ച് കഴിക്കരുത്. പച്ച വെള്ളം വെളിയിൽ കുടിച്ചിട്ടില്ലേ? നീ തന്ന ചപ്പാത്തിയും ആ മറ്റേ തക്കാളി കറി കഴിച്ചാൽ മാത്രമേ ഉള്ളൂ. നീ വേറെ ഒന്നും പുറത്തുനിന്ന് കഴിച്ചില്ല? ഉറപ്പാനല്ലോ. അപ്പൊ നിനക്കൊരു കൂട്ടുപ്രതി കൂടെ ഉണ്ടതാ, തക്കാളിയും ചപ്പാത്തിയും കഴിച്ച ആള്. അപ്പൊ എനിക്ക് കുഴപ്പമില്ലല്ലോ അത് കഴിച്ചിട്ട്. മാമി കഴിച്ചില്ലല്ലോ അത്. നീ പഴങ്കഞ്ഞല്ലേ കുടിച്ചത്? ഞാൻ അപ്പോഴേ പറഞ്ഞു എനിക്ക് തന്നായിരുന്നു. നല്ല ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക്. ലില്ലിമോളെ, പണ്ടാരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു നല്ല പാചകക്കാരി പാചകം ചെയ്താൽ ഇങ്ങനെ ഇളക്കമൊന്നും ഉണ്ടാവൂല കേട്ടാ. ചെല്ല് വിളിക്കുന്നു. സോറി, നല്ല പുട്ടായിരുന്നു.
എന്നാ ഇച്ചിരി പുട്ടെടുക്കട്ടെ? അയ്യോ വേണ്ട. Aliens.